സിറോ മലബാർ സഭയുടെ 5ാമത് ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി പലതുകൊണ്ടും ചരിത്രപരമായി വളരെ മനോഹരമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തന്നെ. അൽമാരുടെ സാന്നിധ്യം ധാരാളമായിട്ടുണ്ട്. നമുക്കറിയാം, ഒരു സഭയുടെ വളർച്ചയ്ക്ക്, പ്രത്യേകിച്ച് കാലോചിതമായ വളർച്ചയെക്കുറിച്ച് ചിന്തിക്കുന്ന ഈ ദിവസങ്ങളിൽ സഭയുടെ വളർച്ചയിൽ അൽമാരുടെ പങ്കാളിത്തം, സാധാരണ എംപവേർഡ് ആൻഡ് എൻലൈറ്റൻ ലെയ്റ്റി എന്ന് പറയും, ഫോർ എ ബെറ്റർ പാർട്ടിസിപ്പേറ്ററി ചർച്ച്. ഒരു പങ്കാളിത്ത സഭയ്ക്ക് ശക്തീകരിക്കപ്പെട്ട അല്ലെങ്കിൽ ആത്മജ്ഞാന പ്രകാശനമുള്ള അൽമാരുടെ സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് സഭയുടെ മുന്നോട്ടുള്ള ഗതിക്ക് അതിൻ്റെ വഴിയൊരുക്കാനും ദിശാബോധം നൽകാനും ഈ ചർച്ചകൾ അതുകൊണ്ട് തന്നെ സഭയുടെ അടുത്ത 5 വർഷത്തേക്കുള്ള പ്രവർത്തന പദ്ധതി തയ്യാറാക്കുന്നതിൽ അൽമാരുടെ സാന്നിധ്യം കൊണ്ട് വളരെയധികം സാധിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. നമുക്കറിയാം, വത്തിക്കാൻ കൗൺസിലിൽ നമ്മൾ ലുമൻ ജെൻഷ്യം, അതായത് ജനതകളുടെ പ്രകാശം, ആ ചാക്രിക രേഖയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അൽമായൻ്റെ റോള്, അൽമായൻ്റെ വിളിയും ദൗത്യം ഇങ്ങനെ പറയുന്നത്, ടു ഇലൂമിനേറ്റ് ദ വേൾഡ് ആൻഡ് ടു പുട്ട് ഓർഡർ. അവരായിരിക്കുന്ന മേഖലകളിൽ ഒരു വൈദികനോ അല്ലെങ്കിൽ മറ്റ് സഭാ അധ്യക്ഷന്മാർക്കോ കടന്നു ചെല്ലാൻ പറ്റാത്ത മേഖലകളിൽ അൽമായൻ്റെ സാന്നിധ്യമുണ്ട്. അതൊരു പക്ഷേ ജോലിയിടങ്ങളിൽ, തൊഴിൽ സ്ഥലങ്ങളൊക്കെ ആയിരിക്കാം. അവിടെയൊക്കെ പ്രകാശം പരത്തുവാനും പ്രകാശമാനമാക്കാനും, ഇലൂമിനേറ്റ്, അവിടെയൊക്കെ ക്രമം വരുത്താനും, ടു പുട്ട് ഓർഡർ അൽമായന് മാത്രം സാധിക്കുന്ന ചില മേഖലകളുണ്ട്. അവരുടെ കുടുംബജീവിതത്തിൻ്റെ, അവരുടെ തൊഴിലിടങ്ങളുടെ ഒക്കെ മേഖലകളിൽ. കാരണം കുടുംബങ്ങളാണ് സഭയുടെ അടിത്തറ, ബേസിക് യൂണിറ്റ്. ഫാമിലി ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ദ ചർച്ച്. നല്ല കുടുംബങ്ങൾ എന്നും സഭയ്ക്ക് നല്ല വളർച്ചയ്ക്ക് സഹായകരമാണ്. നമുക്ക് നല്ല വൈദികരെ കിട്ടാൻ, നല്ല സന്യസ്തരെ കിട്ടാൻ നമുക്ക് നല്ല കുടുംബങ്ങൾ വേണം. അപ്പോൾ കുടുംബം എന്നുള്ള അടിസ്ഥാന വിളിയിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അൽമാരുടെ ഇവിടുത്തെ സാന്നിധ്യം വളരെയധികം പ്രയോജനകരമാണ്. സമുദായത്തിൻ്റെ ഒരു ശബ്ദമാണ് ഇന്ന് ഈ 3 ദിവസത്തെ ചർച്ചകൾ ഉടനീളം നടക്കുന്നത്. ഈ അസംബ്ലിയുടെ ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെ സമുദായ ശാക്തീകരണമാണ്. കത്തോലിക്ക കോൺഗ്രസ് ആണ് നമ്മളുടെ സിറോ മലബാർ സഭയുടെ ഔദ്യോഗികമായ സമുദായ സംഘടന. അതുകൊണ്ട് തന്നെ സമുദായവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. എല്ലാ ഭാഗത്തു നിന്നുള്ള ആളുകൾ വരുന്നതും ഈ സമുദായത്തെ അടുത്ത ഘട്ടത്തിലേക്ക് മുൻപോട്ട് കൊണ്ടുപോകാനുള്ള ചർച്ചകളിൽ പങ്കാളിയാകുവാനായിട്ടാണ്. അതുകൊണ്ട് തന്നെ അതെല്ലാം കത്തോലിക്ക കോൺഗ്രസ് എന്നുള്ള സമുദായ സംഘടനയിലൂടെ നടപ്പിലാക്കാനാണ് സഭയും നമ്മളുടെ ഈ അസംബ്ലിയും ആഗ്രഹിക്കുന്നത്. ചർച്ചകളെല്ലാം അങ്ങനെ തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ കത്തോലിക്ക കോൺഗ്രസിന് വലിയ പ്രാധാന്യമുണ്ട്. ഞങ്ങൾ കത്തോലിക്ക കോൺഗ്രസിൻ്റെ വിവിധങ്ങളായിട്ടുള്ള പ്രദേശങ്ങളിൽ നിന്ന് 25ഓളം ആളുകൾ ഈ അസംബ്ലിയിൽ പങ്കെടുക്കുന്നുണ്ട്, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നിട്ട്. എല്ലാവരും ചർച്ചകളിൽ സജീവമായിട്ട് ഇടപെടുന്നുണ്ട്, സമുദായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഒരു ധാരണയിലെത്തി വരും കാലഘട്ടങ്ങളിൽ കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നമ്മളുടെ സമുദായത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ആവശ്യങ്ങൾ നടപ്പിലാക്കുവാനുള്ള നടപടികളുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. ആദ്യം അസംബ്ലി ഓൾറെഡി ആരംഭിച്ചു. വളരെ നല്ല രീതിയിലുള്ള ഒരു ക്രമീകരണമാണ് പാലാ രൂപത ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നല്ലൊരു ചർച്ചയ്ക്കുള്ള ഒരു പശ്ചാത്തലം വളരെ നല്ല രീതിയിൽ അവരിത് ഒരുക്കിയിട്ടുണ്ട്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മെത്രാന്മാരും അതുപോലെ തന്നെ സമർപ്പിതരും വൈദികരും അത് എല്ലാവരും കൂടി ചേർന്ന ഒരു അസംബ്ലിയാണ്. അപ്പോൾ വളരെ വിശാലമായിട്ടുള്ളൊരു കാഴ്ചപ്പാടോടെയാണ് പിതാക്കന്മാർ അല്ലെങ്കിൽ സഭ ഈ അസംബ്ലിയെ സമീപിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ സുതാര്യമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള ചർച്ചകൾ അൽമാരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ഇവിടെ ഉണ്ടായിരിക്കും. അത് നല്ല രീതിയിൽ ഉള്ള ഇൻ്റർവെൻഷൻസും ഇടപെടലുകളൊക്കെ നടത്താനുള്ള ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അൽമായർക്ക്, വിശ്വാസികൾക്ക് സഭാ തലങ്ങളിൽ നല്ലൊരു പങ്കാളിത്തം, നമ്മൾ വെറുതെ പറയുകയല്ല, ഒരു പ്രായോഗികമായിട്ടുള്ളൊരു പങ്കാളിത്തം സഭയിലെ അൽമായ വിശ്വാസികൾക്ക് സഭ നൽകണം. അത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒന്നുകൂടി ഒരു പങ്കാളിത്തം വർദ്ധിപ്പിക്കേണ്ട ഒരു ആവശ്യം തീർച്ചയായിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മുടെ സഭയിൽ സ്ത്രീകളുടെ പോപ്പുലേഷൻ വളരെ കൂടുതലാണ്. അപ്പോൾ സ്ത്രീകളെ കൂടുതലായിട്ട് സഭയുടെ പല തലങ്ങളിലേക്ക് കൊണ്ടുവന്ന് അവരെയും കൂടി യോജിപ്പിച്ചു കൊണ്ടുള്ളൊരു പ്രവർത്തനത്തിന്, ശക്തമായിട്ടുള്ളൊരു പ്രവർത്തനത്തിന് സഭ തയ്യാറാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ അസംബ്ലി, ഈ പാലാ അസംബ്ലി അതിന് സജീവമായിട്ടുള്ളൊരു തുടക്കം നൽകുന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. പിന്നെ ഈ അസംബ്ലിയിൽ നമ്മൾ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട്, ചർച്ച വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ആരംഭിക്കുന്നേ ഉള്ളൂ. എങ്കിലും എനിക്ക് നല്ല വിശ്വാസമുണ്ട്, സഭയുടെ പിതാക്കന്മാർ വിശ്വാസികളെ കേൾക്കും, ശ്രവിക്കും. അവർ ആത്മായ വിശ്വാസികളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് പ്രായോഗികമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകി അവരെ കൂടുതൽ ശാക്തീകരിക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്ക് തീർച്ചയായിട്ടും ഉണ്ട്.